ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ്ണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 പുലയ ഈഴവ നായർ സമുദായത്തിൽപ്പെട്ട കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നത് ടി രാഘവയ്യയായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കളായിരുന്നു ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ. വൈക്കം ക്ഷേത്ര റോഡും മറ്റ് റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എൻ കുമാരൻ. 1925 ഈ പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷേ ഈ പ്രമേയം 21-നെതിരെ 22 വോട്ടിന് പരാജയപ്പെട്ടു. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമായിരുന്നു അകാലികൾ. ഈ അകാലികളുടെ നേതാവായിരുന്നത് ലാലാ ലാൽസിംഗ് ആയിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവായിരുന്നു ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സ്വാമി സത്യവ്രതനും കോട്ടുകോയിക്കൽ വേലായുധനും ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അതേപോലെ വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹാശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമമായിരുന്നു വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാസ്ഥികരുമായി ഗാന്ധിജി ചർച്ച നടത്തിയ മനയാണ് ഇണ്ടംതുരുത്തി മന. ഇണ്ടംതുരുത്തി മനയുടെ പ്രത്യേകത വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാസ്ഥികരുമായി ഗാന്ധിജി ചർച്ച നടത്തിയ മനയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവായിരുന്നത് ടി കെ മാധവനായിരുന്നു. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1923 നടന്ന കാക്കിനട സമ്മേളനം. പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്തതും ടി കെ മാധവൻ തന്നെയായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കളായിരുന്നത് ജോർജ് ജോസഫ്, പി എൻ സെബാസ്റ്റ്യൻ, അബ്ദുറഹ്മാൻ എന്നിവരായിരുന്നു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയായിരുന്നു ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ സത്യാഗ്രഹം വിജയകരമായി അവസാനിച്ചു. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. ഈ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടി തുറന്നുകൊടുത്തു. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ടി രാഘവയ്യയും അവസാനിക്കുമ്പോൾ എം വി വാട്സുമായിരുന്നു. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്നു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം നൽകിയത് മഹാറാണി സേതുലക്ഷ്മി ബായിക്കായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ 23,000 പേർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയായിരുന്നു. അതേപോലെ 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കും തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷമായിരുന്നു 1928. വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്ത് തന്നെയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. ഈ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. 1924 നവംബർ 1 സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സവർണ ജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ എം ഇ നായിഡു. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. ഇത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു ജീവശിഖ ജാഥ നയിച്ചത്. സവർണ ജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് റാണി സേതുലക്ഷ്മി ബായിക്കായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഈ സത്യാഗ്രഹം നടന്നത് 1931 മുതൽ 1932 വരെയാണ്.
ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 തീയതി. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനമാണ് 1931 വടകര സമ്മേളനം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാണ് K. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി K. കേളപ്പനുമായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ T. സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. അതേപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നത് AK ഗോപാലനാണ്. K. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21 തീയതി. പക്ഷേ ഗാന്ധിജി ഇടപെട്ട് ഈ നിരാഹാരം 1932 ഒക്ടോബർ 2 തീയതി പിൻവലിക്കുകയുണ്ടായി. ഗുരുവായൂർ ക്ഷേത്രമണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണനായിരുന്നു P. കൃഷ്ണപിള്ള. അതേപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാക്കളായിരുന്നത് P. കൃഷ്ണപിള്ളയും AK ഗോപാലനായിരുന്നു. ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയതെന്ന് ചോദിച്ചാൽ അത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനി താലൂക്കായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്തിയ താലൂക്കും പൊന്നാനി താലൂക്ക് തന്നെയാണ്. ഈ ജനഹിത പരിശോധനയിൽ ഗവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമായി വസ്തുത നൽകി. 2021 90-ാം വാർഷികം ആഘോഷിച്ച സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം.